ആദ്യമായിട്ട് അച്ഛന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാനിതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമിനൊന്ന് കയറിയിരുന്നു. അപ്പോഴാണ് അച്ഛന് ഒരു സെഷൻ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതും. രണ്ടാമത്തെ സെഷനാണ് ആക്ച്വലി ഏറ്റിരുന്നത്. പക്ഷേ വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം അത് നീണ്ടു പോയി. ഇപ്പോൾ ഈ 7ാമത്തെ സെഷനിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും അതിനോടും ചേർന്നും ഒന്ന് വൈഡറായിട്ടും ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു സെഷൻ മനസ്സിൽ വന്നപ്പോൾ ഏറ്റവും ലളിതമായ ഒരു സെഷനാണല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് വന്നത്. പക്ഷേ അടുത്ത് കഴിയുമ്പോഴാണ് ഞാൻ ഏറ്റെടുത്ത ആ ഒരു വലിയ പച്ചമലയാളത്തിൽ പറഞ്ഞ ഒരു മണ്ടത്തരം. അതിൻ്റെ കാരണം ഈ WHO സ്കിൽസ് എല്ലാം ഞങ്ങൾ സാധാരണ എടുക്കാറുണ്ട് ധാരാളം. പക്ഷേ അതെല്ലാം ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലാണ്. നമ്മൾ ഡയറക്റ്റാണ് പല എക്സസൈസുകൾ ചേർത്ത് ധാരാളം പ്രോഗ്രാംസ് ചെയ്യും. 1 ഡേ ഫുൾ, 2 ഡേയ്സ് ഫുൾ ഒക്കെ ആയിട്ടുള്ള സെഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനെ ഓൺലൈനിലേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഇത് തിയറി പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഇത് ഇഫക്റ്റീവ് ആകും, എൻ്റെ കമ്മ്യൂണിക്കേഷൻ തന്നെ എത്രമാത്രം ഇഫക്റ്റീവ് ആകും എന്നുള്ള ഒരു വലിയ സന്ദേഹം തീർച്ചയായിട്ടും മുമ്പിലുണ്ട്. നമ്മൾ പറയാറുണ്ട് ഓൺലൈനിൽ നീന്തൽ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും, നീന്തൽ ക്ലാസ് ഓൺലൈനിൽ കേട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ആണ് ഇത് എന്ന് എനിക്കങ്ങ് ഒരു സംശയം തോന്നുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു സെഷൻ ഒരുപക്ഷെ കൂടുതലും ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ചില കൺസെപ്റ്റ്സ് ഒക്കെ ധാരാളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരുപക്ഷെ ആവർത്തന വിരസത തോന്നാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ ഈ ലോകത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് ശരിക്കും കമ്മ്യൂണിക്കേഷനാണ്. ലോകത്തിലുണ്ടായിരിക്കുന്ന നന്മകൾ അത് ഭൂരിഭാഗവും നല്ല കമ്മ്യൂണിക്കേഷൻ മൂലം ഉണ്ടായേക്കുന്ന, ലോകത്തില് മാനുഷികമായ കാരണങ്ങളാലുള്ള ദുരന്തങ്ങളെല്ലാം മോശമായ കമ്മ്യൂണിക്കേഷൻ കാരണം ഉണ്ടായേക്കുന്ന, അത് പ്രത്യേകിച്ച് യുദ്ധങ്ങൾ മുതൽ, 2 വ്യക്തികൾ തമ്മിലുള്ള പിണക്കങ്ങൾ മുതൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ വരെ ഉണ്ടായേക്കുന്നത് ആ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം കാരണം. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, പറയുന്ന വാക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ, വായുന്നത് പോയി കഴിഞ്ഞാൽ പോയതാണ്. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന നന്മകളും ദുരന്തങ്ങളും എല്ലാം അത് ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുകയും വേണം. ഈ എഴുത്തുകാർ പറയുന്നുണ്ട് തൂലിക ഏറ്റവും വലിയ ആയുധമാണെന്ന്. അത് കമ്മ്യൂണിക്കേഷന്റെ വേറെ ഒരു ഡയമെൻഷനാണ്, അതിൻ്റെ ഒരു പ്രാധാന്യം കാണിക്കുന്നതാണ്. സിനിമകൾ വേറൊരു കമ്മ്യൂണിക്കേഷനാണ്. എന്തുമാത്രം നമ്മളെ എല്ലാം സ്വാധീനിക്കുന്നതാണ് സിനിമകൾ, അതുപോലെയുള്ള മറ്റ് വീഡിയോകൾ. ഇന്നിപ്പോഴാണെങ്കിൽ ഏറ്റവും 1 മിനിറ്റ് റീൽസ്, വളരെ ഗൗരവമായിട്ടുള്ള പല മെസ്സേജുകളും 1 മിനിറ്റ് റീൽ കൊണ്ട് എത്ര ചുരുക്കമായിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ യുവജനങ്ങൾ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പം മനുഷ്യന് സമയമില്ല, കൂടുതൽ ഇതെല്ലാം കേൾക്കാനായിട്ടുള്ള ഒരു ടൈമില്ല, സാവകാശമില്ല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ അവർ നോക്കുന്നത്. മറ്റ് മീഡിയകൾ, അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും എല്ലാത്തിൻ്റെ ഇൻഫ്ലുവൻസുകളെല്ലാം നമുക്ക് ധാരാളം അറിയാവുന്നതാണ്. ഓൺലൈൻ ഫ്രോഡുകൾ, അത് കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു തലമാണ്. ഓൺലൈൻ ഫ്രോഡ് നമുക്കറിയാം, എല്ലാ ദിവസവും ഇപ്പോൾ പത്രത്തിൽ കാണാറുണ്ട് ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ ഫ്രോഡുകളെല്ലാം. അപ്പം നല്ല കമ്മ്യൂണിക്കേഷനെയും തിരിച്ചറിയാനായിട്ടും മോശമായ കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ പറ്റിക്കുന്ന കമ്മ്യൂണിക്കേഷനെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കുക എന്നുള്ളതും ഈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. പലപ്പോഴും പറയാറുണ്ട്, മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, യു ടെൽ മീ ഹു ആർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഐ ക്യാൻ ടെൽ യു യുവർ പേഴ്സണാലിറ്റി, വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ യു ആർ.
നമ്മുടെ സുഹൃത്തുക്കൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പറയാനായിട്ട് പറ്റുമെന്ന്. അപ്പം അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷനെയും പറയാൻ പറ്റുന്നത്. ഈ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അത് ഡിസൈഡ് ചെയ്യുന്ന ഒരു പരിധി വരെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ, നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അത് ലോകം കാണുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ്. നമ്മുടെ അറിവ് അത് ലോകം തിരിച്ചറിയുന്നത് കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ്. നമ്മുടെ അക്കാഡമിക് ഇൻട്രസ്റ്റുകളെ, അങ്ങനെ എല്ലാ തരത്തിലും ഈ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ വെച്ചാൽ ഒരു ചെറിയ പ്രസന്റേഷൻ ഒന്ന് ഇത് കാണാവോ? പ്രസന്റേഷൻ കാണാവോ? ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ 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 ആണോ? അതിന്റെ ആ മൈനസ് പ്ലസിന്റെ അവിടുത്തെ തൊട്ടിപ്പുറത്തെ അതൊന്ന് പ്രസ് ചെയ്യാമോ? അല്ല, അതിനിപ്പുറത്തെ അതാ ആ ഓക്കെ. ഇപ്പൊ കറക്റ്റ് അല്ലേ? This is also okay, but അതെന്റെ മറ്റേ പ്രസന്റേഷൻ മോഡിൽ ഇട്ടിരുന്നാല് പ്രസന്റേഷൻ മോഡിലാണ് ഞാൻ ഇത് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. കാരണം എനിക്കൂടെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് അങ്ങനെ ചെയ്തതാണ്. ഇഫ് ദിസ് ഈസ് ഓക്കേ, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കേ, വി ക്യാൻ മേക്ക് ഔട്ട്. ഫൈൻ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെ ലിമിറ്റ് ചെയ്യുന്ന മാതിരി ഈ കമ്മ്യൂണിക്കേഷനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എന്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഈ ചില ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർമാർ പറയാറുണ്ട്, അവര് ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു റൂട്ടിൽ പോകുമ്പോൾ എവറി മൊമെന്റ് ഓരോ ചെറിയ ചെറിയ വളവുകൾ തിരിയുമ്പോഴും പുതിയ ഒരു ലോകം ഇങ്ങനെ അവരുടെ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് അങ്ങ് വന്നുകൊണ്ടിരിക്കുക. വരുന്നു, അതങ്ങ് പോകുന്നു. വളരെ രസമാണെന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കമ്മ്യൂണിക്കേഷന്റെ ഓരോ പ്രസക്തി. കാരണം ഓരോ സമയവും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരോടാണ്, ഏത് സാഹചര്യത്തിലാണ്, എന്താണ്, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതനുസരിച്ച് ഇതിന്റെ ഒരു പ്രാധാന്യവും മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്നത്തെ ഈ ഒരു ചെറിയ പ്രസന്റേഷനിൽ ഏതാനും കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷന്റെ ഫണ്ടമെന്റൽസ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, വെറുതെ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പല ടൈപ്സ്, ചില പ്രിൻസിപ്പിൾസ്, എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ചില 1-2 ഹിൻസ് അത്രമാത്രം പറയാനുള്ള ഒരു സാവകാശമേ തന്നിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും പോവാം. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഐ തിങ്ക് ലാംഗ്വേജ് ഈസ് ഓക്കെ ഫോർ എവരിബഡി. കാരണം ചിലരൊക്കെ പുറത്തു നിന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും എല്ലാവരും മലയാളം അറിയാവുന്നവരാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് സംവദിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. കാരണം അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഇതിവിടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞു, പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടും സാധിക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. നമ്മുടെ കരിയർ പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കൂടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെ ഏതെല്ലാം രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിന് സംശയമില്ല. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്,
നോൺ വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതുപോലെയുള്ള എല്ലാം നോൺ വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അത് ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, ഇമെയിലും കാര്യങ്ങളെല്ലാം. നമ്മൾ ജോലിയോട് ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക, ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക, ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഓരോ പോസ്റ്റുകൾ ചെയ്യുക, അങ്ങനെയെല്ലാം വിഷ്വൽസ്, അത് ഇമേജസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഈ രീതിയിൽ പ്രധാനമായിട്ട് 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്നറിയാം. ഈ ക്ലാരിറ്റി, ഇതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചായിരുന്നു, ചില കൺസെപ്റ്റ്സ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത്. കാരണം ക്ലാരിറ്റി ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനേ പറ്റത്തില്ല. എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും, ലെറ്റ് ഇറ്റ് ബി ഫോർമൽ, ഇൻഫോർമൽ ഓർ വെർബൽ, നോൺ വെർബൽ, ഏതാണെന്ന് പറഞ്ഞാലും ഒരു ക്ലാരിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവണം. നമ്മുടെ പറയുന്ന കാര്യത്തിൻ്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള, ഒത്തിരി വലിച്ചു വാരിയല്ലാതെ കൺസൈസ് ആയിട്ട് പറയുക, കോൺക്രീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക. നമ്മുടെ ശബ്ദം, അതുപോലെ നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ആധികാരികത, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൻ്റെ എന്തുമാത്രം ശരിയാണ് പറയുന്നത്, ഇതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ചില തീർച്ചയായിട്ടും മേഖലകളാണ്. ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു, ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്നത്. ബാക്കി നമ്മുടെ പിയർ ഗ്രൂപ്പിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഒക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, അതെല്ലാം എടാപോട കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുന്നതല്ല. നമ്മളിപ്പോൾ പറഞ്ഞ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് എങ്കിൽ, അതിനുള്ളിൽ ഇപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെയാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്, അതുപോലെ തന്നെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെയും. ഐ കോണ്ടാക്റ്റ്. ഇപ്പോൾ ഒന്ന് സംസാരിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും പറയാറുണ്ട്, സൈലൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാറുണ്ട്. നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുന്നു, ഒരാളെ നോക്കുന്നു, അയാളുമായിട്ടൊരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ ടോൺ, നമുക്കറിയാം പല തരത്തിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അതൊരു ഫ്രണ്ട്ലി ടോണ്, അതൊരു ദേഷ്യം വരുന്ന ടോണ്, അല്ലെങ്കിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ടോണ്, അത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ടോണ്. ഈ ടോണുകളെല്ലാം ഓരോരോ സന്ദർഭങ്ങളിൽ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ജസ്റ്റേഴ്സ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ എന്താണോ നമുക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ കേൾവിക്കാരനോ അല്ലെ നമ്മളെ കാണുന്നവർക്കോ മനസ്സിലാകുന്നതാണ്. പലപ്പോഴും നമ്മുടെ ഇറിറ്റേഷൻ, അത് നമ്മൾ പറഞ്ഞില്ല എങ്കിൽ പോലും കേൾക്കുന്നവർക്ക് അല്ലെ നമ്മളെ കാണുന്നവർക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കൂടി അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിയന്ത്രിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ. നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പല സ്ട്രീമുകളിലും പഠിക്കുന്നുണ്ട്. അത് ഞാനൊരു സോഷ്യൽ വർക്കറാണ്, സോഷ്യൽ വർക്കിൽ പഠിക്കുന്നുണ്ട്, സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്, സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ട്രീമുകളിലും ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം അത് അവിടെ തന്നെ പറയുന്നതാണ് 7 C's ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം നമുക്ക് കുറെയെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, അറിയത്തില്ലാത്ത ഒന്നുമല്ല. പക്ഷേ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എന്തുമാത്രം പ്രാധാന്യം ഇതിന് കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സ്റ്റുഡൻറ് ഗ്രൂപ്പുകൾ. ആ സ്റ്റുഡൻറ് ഗ്രൂപ്പ് ഒരു സ്കൂൾ ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അവരുടെ പ്രസൻറ്റേഷൻസ്, ഒരു PG കോഴ്സിന്, ഫോർ എക്സാമ്പിൾ MSW എടുത്തു കഴിഞ്ഞാൽ ഒരു 2 years MSWയിൽ അവർക്ക് ഫോർമലായിട്ട് തന്നെ ഏതാണ്ട് നിയർലി 25 പ്രസൻറ്റേഷൻസ് അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഇസ് ഏറ്റവും മിനിമം ആണത്. അപ്പോൾ ഈ മിനിമം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആദ്യം മുതൽ നമ്മളൊരു കെയർ എടുത്താൽ അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് മാസ്റ്റർ ആകാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ നടത്തുമ്പോൾ എങ്ങനെ ചെയ്യാം, അത് നമ്മുടെ ഓഡിയൻസ് ആരാണ്, നമ്മൾ പറയുന്ന സബ്ജക്റ്റ് എന്താണ്, ഏത് രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ
ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതിലാണ് 7 C's ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചു, ഒരു ക്ലാരിറ്റി, എന്താണ് ഞാൻ പറയുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട്. ഏറ്റവും മിനിമം വാക്കുകളിൽ അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ബി ഏബിൾ ടു കൺവേ ദ മെസ്സേജ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കി, ആവശ്യമില്ലാത്ത വാക്കുകൾ, ചില അഡ്ജക്റ്റീവ്സ്, ചില അഡ്വേർബ്സ്, ഇതൊക്കെ ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് കമ്മ്യൂണിക്കേഷൻ പലയിടത്തും ഫോർമൽ സിസ്റ്റത്തിൽ അത്യാവശ്യമായിട്ട് വരും. ആൻഡ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്നവർക്ക്, അല്ലെങ്കിൽ കാണുന്നവർക്ക്, അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് അത് മനസ്സിലായി എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് എപ്പോഴും പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ കേൾക്കുന്ന ആള് അത് പ്രോസസ്സ് ചെയ്യുകയും അതനുസരിച്ചുള്ള ഒരു റിയാക്ഷൻ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന് ചില എക്സാമ്പിൾസ് കൊടുക്കേണ്ടി വരും. അത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചിലപ്പം ചെയ്യേണ്ടി വരും. ഈ സ്റ്റുഡൻറ് ഗ്രൂപ്പിലൊക്കെ കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രാധാന്യം വേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു കറക്റ്റ്നെസ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്തു, അതല്ലെങ്കിൽ ഒരു PPT പ്രിപ്പയർ ചെയ്തു, അതിൻ്റെ ബേസിക് ലാംഗ്വേജ് അത് എന്താണെന്ന് പോലും ചിലപ്പം പലരും അത് ശ്രദ്ധിക്കാറില്ല. അത് ഉണ്ടാക്കിയും കൊടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു പ്രസന്റേഷന് ഞാൻ കുറച്ച് പോയിന്റ്സ് ജസ്റ്റ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് ഒന്ന് പ്രിപ്പയർ ചെയ്തു, അത് ഗാമയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഗാമ പ്രിപ്പയർ ചെയ്ത ഒരു സ്ലൈഡാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗാമയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അതേപടി അതൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം അത് കൈ കിട്ടിക്കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു കുറച്ച് റീവർക്ക് ചെയ്തു, കുറേ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് മാറ്റി, കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇതെപ്പോഴും ബാധകമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് സ്റ്റുഡൻറ് അവരൊക്കെ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവര് എന്ത് വേണമെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ഇത് പലരും വായിച്ചു നോക്കത്തില്ല. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു കറക്റ്റ്നെസ് എന്തുമാത്രമുണ്ട്, റിലവൻസ് എന്തുമാത്രമുണ്ട് എന്ന് പലപ്പോഴും പലരും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ഞാനൊരു അധ്യാപകനാണ്. ഞങ്ങള് അസൈൻമെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസ് പലരും ഇത് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്, വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു റിസർച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുന്നു, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ AI ടൂൾസ് ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ അത് നമ്മൾ ഓരോന്നും എടുത്ത് വിശകലനം ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് തീർച്ചയായിട്ടും ആക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ ചിലപ്പോൾ അതിനകത്തും കടന്നുപോകും. കാരണം അതിൻ്റെ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ആണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. നമ്മുടെ ഒരു ലോജിക്കൽ സീക്വൻസ് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻസിൽ, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ പറയാനായിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടണം. ഇപ്പം ചില ആളുകൾ ഇമെയിലൊക്കെ അയക്കുന്നത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. അത് ഒരു ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് മെസ്സേജ് കൺവേഡ്, പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസിനെ തീർച്ചയായിട്ടും വളരെ മോശം. ഇപ്പം എനിക്ക് തന്നെ ഇപ്പം അങ്ങോട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഈ റേഡിയോ മാതിരി പറയുന്നത് നമ്മളിങ്ങനെ ചെയ്യാറേ ഇല്ല. കാരണം എപ്പോഴും ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ഇല്ല എങ്കിൽ കേൾക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. സാധാരണ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് പോലെ ഒരല്പം ഇന്ററാക്ഷനിൽ കൂടെ എടുക്കാനായിട്ടുള്ള വലിയൊരു സാവകാശവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞങ്ങ് പോകുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ വി ഷുഡ് ബി കേർട്ടിയസ്, ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ ബാധിക്കുന്നതാണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയാമോ ആരുടെയെങ്കിലും? പ്രത്യേകിച്ച്
ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലും ഫോർമൽ കമ്മ്യൂണിക്കേഷനിലും ഒക്കെ ബാധിക്കുന്നതല്ലേ? അതെ സാറേ. അതെ. ഈ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതിനകത്ത്? പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട് സാർ, സോഷ്യൽ ഓക്കെ. വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ എന്ത് പറയുന്നു? ഒരു പ്രൊഫഷണൽ സെറ്റിംഗിൽ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അല്ലാതെ ഇൻഫോർമലിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. ആവശ്യമില്ല. ഇൻഫോർമലിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രൊഫഷണലിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോ ഓരോ തവണയും ആ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ നിങ്ങൾ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമുക്കൊരു പ്രോഗ്രസ് ഓരോ ശ്രദ്ധയിലും നമുക്ക് ഉണ്ടാകുന്നതായിട്ട് തോന്നാറുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ? ഇല്ല സാറേ, ഇടയ്ക്കൊക്കെ നമ്മൾ വിട്ടുപോകാറുണ്ട്. ഓക്കെ. അപ്പോ ഇത് ഇപ്പൊ നിങ്ങളുടെ ഓരോ പ്രസന്റേഷൻസിലാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നൊന്നും നോക്കിക്കഴിഞ്ഞാൽ, ആ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ഓർ ട്വൈസ് യു റിഫ്ലക്ട്, യു ഗോ ത്രൂ ദാറ്റ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അതിനകത്ത് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഒന്നാമത്തെ കാര്യം നമുക്ക് തന്നെ ആശയങ്ങൾ കൂടുതലും മനസ്സിലാവും. രണ്ടാമത് കൂടുതൽ എന്താണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. മൂന്നാമത് ഞാൻ ഈ പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ ഇസ് ഇറ്റ് കംപ്ലീറ്റ്, ഇസ് ഇറ്റ് കൺവേയിങ് ദ മെസ്സേജ് ക്ലിയർലി, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകൾ നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ നമുക്ക് വളരെ അധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പെർഫെക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് എപ്പോഴും പറയാറുള്ളത്, മെസ്സേജുകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലിയർ ആയിരിക്കണം. ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ്. നമ്മളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയാൾ ആ സെന്റൻസ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പലപ്പോഴും കട്ട് ചെയ്ത് സംസാരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണോ? അതായത് എന്നോടൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് പറയാനുള്ള ആശയം പറഞ്ഞു തീരുന്നില്ല, അതിനു മുമ്പ് നമ്മൾ പകുതി കേട്ടപ്പം പറഞ്ഞ ആള് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന മനസ്സിലൊരു തോന്നൽ വന്നു, അതിനെ ബേസ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കി. പക്ഷെ പറയുന്ന ആൾക്ക് അതുകൊണ്ട് അയാൾക്ക് പറയാനുള്ള കാര്യം മുഴുവൻ പറയാൻ പറ്റുന്നില്ല, പ്രധാനപ്പെട്ട ആശയം ചിലപ്പോൾ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പല പ്രശ്നങ്ങളാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. ആക്റ്റീവ് ലിസണിങ് ഇല്ല. ഒരു കൗൺസിലിംഗ് ഫീൽഡിലുള്ളവർക്കൊക്കെ ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണിത്. അവരുടെ ക്ലയന്റിനെ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളത്. അപ്പം അത് ഒരു കൗൺസിലർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു നല്ല കേൾവിക്കാരനായി കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻ തീർച്ചയായിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മൾ പല ബുക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സെഷൻസോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ധാരാളം പലരും പല രീതിയിൽ പറയാറുണ്ട്. അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതും ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണിക്കുന്നതും ഒക്കെ. ഒരു എംപത്തറ്റിക് ഫീലിംഗ്, അതായത് നമ്മളോട് സംസാരിക്കുന്ന ആള് ഇതൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നത്. അയാളുടെ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി അയാളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും, അത് ഇന്റേണലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു എംപത്തറ്റിക് ഫീലിംഗ് വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് അസർട്ടീവ്നെസ്സും ഒരു എൻക്വയറി. അപ്പൊ ഈ എൻക്വയറി ഒക്കെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രത്യേകിച്ച് ചില പ്രത്യേക സിറ്റുവേഷൻസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അസർട്ടീവായിട്ട് പറയേണ്ടത് ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ്. അതോടൊപ്പം നമ്മൾ എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്നവരോട്, ഒരുപക്ഷെ നമ്മളെക്കാൾ അറിവ് കൂടുതലുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ളവരോട്, അല്ലെങ്കിൽ പ്രത്യേക പൊസിഷൻസിലൊക്കെ ഉള്ളവരോട്, എന്നാൽ അവരോടൊക്കെ ചോദിക്കുകയും വേണം. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? അതൊരു സ്കില്ല് തന്നെയാണ്, നമ്മളത് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ട ഒരു സ്കില്ലാണ്. ഈ
കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഏതാനും പോയിന്റ്സ് ആണ് ഇവിടെ. ഒന്ന്, ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ്, അതോട് ചേർന്ന് ഒരു ഇമോഷണൽ കൺട്രോൾ. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ, ലെറ്റ് ഇറ്റ് ബി ഫോർമൽ ഓർ ഇൻഫോർമൽ, മേ ബി ഇൻ യുവർ പിയർ ഗ്രൂപ്പ് ഓർ ഇൻ യുവർ ഫാമിലി, അപ്പം എവിടെ ആണെങ്കിൽ പോലും നമ്മൾ കേൾക്കുന്നതെല്ലാം നമുക്ക് സുഖകരമാകണമെന്ന് അത് നിർബന്ധമില്ല. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എമ്പതിയെക്കുറിച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞു. ഒരു നോൺ വെർബൽ ക്യൂസ്, അത് നമുക്ക് പറയുന്നയാളിൻ്റെയും നമ്മുടേതും അതിനെ നമുക്ക് മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടും സാധിക്കണം. ബോഡി ലാംഗ്വേജ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാണ് എങ്കിൽ മറ്റുള്ളവരെന്താണ് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാവണം. അതോടൊപ്പം മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ തുടരണോ വേണ്ടയോ എന്നുള്ളത് തന്നെ മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ്. ഈ കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു തലമാണ് പബ്ലിക് സ്പീക്കിംഗ്. ഇത് വളരെയധികം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഒരാൾക്ക് ഒരുപക്ഷെ ഈ ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്യാനായിട്ട് ചിലപ്പം സാധിക്കത്തില്ല. ഒരു പ്രസംഗം നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് വേദിയിൽ നമ്മളൊന്ന് സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ, എപ്പോഴും നമ്മൾ ചില രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് ചിലർ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരാ വിഷയത്തോട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലായിരിക്കും പ്രസംഗിക്കുന്നത്. പലപ്പോഴും ഇപ്പോൾ നമുക്ക് അനുഭവം ഉള്ളതാണ്. പല പ്രോഗ്രാംസും ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ആളുകളെ വിളിക്കും. അപ്പോൾ ഇവർ വന്നിട്ട് സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ചോദിക്കും, എന്താ ഇവിടെ സംഭവിക്കുന്നേ? അപ്പോൾ മിനിമം 2-3 വാചകത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് അവർ വേണമെങ്കിൽ അരമണിക്കൂർ പ്രസംഗിക്കും. പക്ഷെ ചിലരങ്ങനെയല്ല, വളരെ പ്രിപ്പയർ ചെയ്ത് തന്നെ വരും. അത് നമ്മളോട് നേരത്തെ ചോദിക്കും, എന്താണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, വാട്ട് യു എക്സ്പെക്ട് ഫ്രം മീ. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ, ഇപ്പൊ നമ്മളൊരു കീനോട്ട് സ്പീക്കറെ ഒക്കെ ആണെങ്കിൽ അത് വേറൊരു ലെവൽ, അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പോകും. അല്ലാതെയുള്ള ഒരു പ്രസംഗത്തിന് ആളുകളെ വിളിച്ചാൽ പോലും അവര് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ വരും. അത് ചില രാഷ്ട്രീയത്തിലുള്ളവരുൾപ്പെടെ. അപ്പൊ ആ ഒരു നല്ല പബ്ലിക് സ്പീക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം തയ്യാറാവാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതിന് ഒരു സ്ട്രക്ചർ, ഹൗ ടു സ്റ്റാർട്ട്, അതിൻ്റെ കണ്ടന്റ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണം, എങ്ങനെ പറയണം, അതെല്ലാം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ സ്ട്രക്ചർ നമ്മൾ തയ്യാറാക്കണം. എന്നിട്ട് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ പ്രാരംഭഘട്ടത്തിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പിലൊക്കെ നമുക്കൊന്ന് പ്രസംഗിച്ച് നോക്കാം, എന്നിട്ട് അവരുടെ നിന്ന് കമൻറ്റ് മേടിക്കാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാത്രം. അതല്ല എങ്കിൽ നമുക്ക് സ്വയമായിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യാം. ധാരാളം ഫെസിലിറ്റീസ് നമുക്കുണ്ട്. ഒരു 10 മിനിറ്റ് പ്രസംഗം ചെയ്തിട്ട് അത് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യാം. അത് ചിലപ്പോൾ ഓഡിയോ മാത്രം അല്ലെങ്കിൽ വീഡിയോയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പ്രഷൻസും എല്ലാം ശരിയാണോ, എങ്ങനെയുള്ള അത് യോജിക്കുന്നതാണോ, നമ്മുടെ കണ്ടന്റുമായിട്ട് യോജിക്കുന്നതാണോ, നമ്മൾ പറയുന്ന എൻവയൺമെന്റുമായിട്ട് യോജിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് തന്നെ നേരിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് കുറേശ്ശെ നമുക്ക് തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. പലപ്പോഴും പബ്ലിക് സ്പീക്കിംഗ് ചിലരൊക്കെ കാണിക്കുന്ന നമുക്ക് കാണാം ഒരേ തരത്തിലുള്ള ആക്ഷൻസ്. ഓക്കെ, ഇപ്പം മമ്മൂട്ടിയാണെങ്കിൽ കൈ ഇങ്ങനെ വെക്കുന്നത് പോലെ ഓരോരുത്തർ കാണിക്കും. അപ്പൊ ആ പ്രസംഗം മുഴുവൻ അങ്ങനെ ആയിരിക്കും. അപ്പം ആ രീതിയിലൊന്നും അല്ലാതെ നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാം. അത് പല ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നിലവിലുള്ള ടൂൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പോയിന്റ്സ് അത് നേരത്തെ തന്നെ കൂടുതലും പറഞ്ഞു വേണ്ട, അതിലേക്ക് പോകുന്നില്ല. കമ്മ്യൂണിക്കേഷൻ്റെ തടസ്സപ്പെടുത്താനായിട്ട് സാധ്യതയുള്ള ചില കാര്യങ്ങൾ, ഇത് കൂടുതലും
ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനെയും ചിലപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയും ഒക്കെയാണ്. ഒരു എൻവയൺമെന്റൽ ഡിസ്ട്രാക്ഷൻ. ഇപ്പം നമ്മൾ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും പറഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ ധാരാളം പോയിന്റ്സ് പഠിക്കാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പുതുമയുള്ള ചില പോയിന്റ്സ് അല്ല. പല നോയ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ബാരിയേഴ്സ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാം. ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു ദുഃഖം തോന്നും. അയ്യോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെല്ലാം പറയുന്നുണ്ട്, ഇത് ആളുകൾക്ക് അവരിലേക്ക് എത്തുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇത് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട്. ഇപ്പോൾ ഈ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിലും ഉള്ള ഒരു പ്രശ്നമാണ്, എന്തുമാത്രം ആളുകൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് അങ്ങോട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ ടെക്നിക്കലി ചില പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാകാം. ഇപ്പൊ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അതിന് നല്ല അറിവ് വേണം. എല്ലാവർക്കും ഒരുപക്ഷെ അത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ ആ ഒരു ബാരിയർ നമുക്ക് ഓവർകം ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാനായിട്ട് സാധ്യതയുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രെസ് ഉണ്ടാവാം, ഒരു ആങ്ഷൈറ്റി, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫിയർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ തീർച്ചയായിട്ടും ബാധിക്കാം. അപ്പം ഇതൊക്കെ നല്ല പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഓവർകം ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എനിക്കിതൊന്നും മാറ്റിയെടുക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും, അതിന് നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഇതിൻ്റെ ബാരിയേഴ്സിൽ വേറെ ഒന്ന് പറയാൻ പറ്റുന്നതാണ് പെർസെപ്ഷൻ ആൻഡ് സെമാൻറ്റിക്സ്. ഓരോ ആശയങ്ങളെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിൻ്റെ അർത്ഥം എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അത് നമ്മൾ ഉൾക്കൊള്ളുന്നതും അത് കേൾവിക്കാരിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ അതേപടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അത് പലപ്പോഴും സംഭവിക്കാറുള്ള റിട്ടൺ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും വേർബൽ കമ്മ്യൂണിക്കേഷനാണെങ്കിലും പറയുന്നതൊന്ന് മനസ്സിലാകുന്നതൊന്ന് എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു ക്ലാരിറ്റി, അതുണ്ടാവാതിരിക്കാനായിട്ടുള്ള പ്രിപ്പറേഷനും നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ പറയുന്നത് കേൾവിക്കാർ അത് തന്നെയാണോ ഉൾക്കൊള്ളുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് പലപ്പോഴും ലാംഗ്വേജ്, ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ആ ലാംഗ്വേജിൽ നമുക്കുള്ള ഒരു പ്രൊഫിഷ്യൻസി, അത് തീർച്ചയായിട്ടും നമുക്കറിയില്ലാത്ത ലാംഗ്വേജ് ആണെങ്കിൽ നല്ല ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ആളുകളെ തന്നെ ഉപയോഗിച്ച് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓരോ സ്ഥലത്തിനനുസരിച്ച് നമ്മുടെ ലാംഗ്വേജിൻ്റെ, നമ്മുടെ സ്ലാൻഡ് ഒക്കെ മാറും, ചെറിയ അർത്ഥങ്ങളൊക്കെ മാറും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ